സൈനികരോടും കായിക താരങ്ങളോടും രാജ്യത്തെ പൗരന്മാർ കടപ്പെട്ടിരിക്കുന്നുവെന്ന് RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ. ഇവരാണ് ദേശീയ അഭിമാനത്തിന്റെ പതാകയേന്തുന്നത്. രാജ്യത്തിന്റെ ആകെ അഭിമാനവും സ്വത്തുമാണ് അവർ. ഭോപ്പാലിലെ രവീന്ദ്ര ഭവനിൽ ക്രീഡാഭാരതി സംഘടിപ്പിച്ച ജിജാബായി സമ്മാൻ സമാരോഹിൽ സംസാരിക്കുകയായിരുന്നു സർക്കാര്യവാഹ്. രാജ്യത്തിന്റെ യശസ്സുയർത്തിയ കായിക താരങ്ങളുടെ അമ്മമാർക്ക് ആദരമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ. ഹോക്കി മുൻ നായകൻ PR ശ്രീജേഷിന്റെ അമ്മ ഉഷാകുമാരി, നീരജ് ചോപ്രയുടെ അമ്മ സരോജ് ദേവി, ദീപ കർമാക്കറിന്റെ അമ്മ ഗൗരി കർമാക്കർ തുടങ്ങിയവർക്ക് സർക്കാര്യവാഹ് ജിജാബായി സമ്മാൻ നൽകി ആദരിച്ചു. പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്നാണ് ശിവാജിയെ അമ്മ ജിജാബായി ഛത്രപതിയാക്കിയതെന്ന് ദത്താത്രേയ ഹൊസബളെ ചൂണ്ടിക്കാട്ടി. ശിവാജി മഹാരാജ് ഔറംഗസീബിന്റെ തടവിലായിരുന്നപ്പോൾ അമ്മയാണ് രാജ്യഭരണം നടത്തിയത്. തന്റെ മകൻ ആർക്കും അടിമയാകില്ലെന്നും ഒരു ഭരണാധികാരിയായി സമൂഹത്തെ സേവിക്കുമെന്ന ജിജാമാതാവിന്റെ നിശ്ചയദാർഢ്യമാണ് അദ്ദേഹത്തെ ഛത്രപതിയാക്കിയതെന്നും സർക്കാര്യവാഹ് പറഞ്ഞു. खेल के क्षेत्र में संस्कार और संस्कृति रहे, भारत के सम्मान देने के लिए खिलाड़ियों के मन के अंदर वो जज्बा रहे और ऐसे करने वाले खिलाड़ियों के लिए समाज साथ में खड़े रहे. क्रीड़ा भारती ऐसे एक सेतु के प्रोत्साहन की भूमिका निभा रही है. इसलिए भारतीय खेलों के बारे में क्रीड़ा भारती का विशेष आग्रह है. तो इस विशेष आग्रह भारत की भारतीयता के बारे में जो है, इसीलिए उन्होंने जीजा माता के इस इतिहास से ऐसे एक व्यक्तित्व को, जिन्होंने शिवाजी को इस देश के इतिहास में देने का कार्य किया, ऐसे जीजा माता के नाम से यह सम्मान करने का निर्णय किया. यह एक कार्य क्रीड़ा भारती के साधुवाद के കായിക മേഖലയിൽ എല്ലാ രംഗത്തും രാജ്യം മുന്നേറണം. പാരമ്പര്യവും രാഷ്ട്രാഭിമാനവും ഉയർത്തുന്ന കായിക സംസ്കാരം വളർത്തുകയാണ് ക്രീഡാഭാരതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ്, മധ്യപ്രദേശ് കായിക യുവജനക്ഷേമ മന്ത്രി വിശ്വാസ് സാരംഗ്, ക്രീഡാഭാരതി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ചേതൻ കശ്യപ് എന്നിവർ പങ്കെടുത്തു. നാഷണൽ ഡെസ്ക്, ജനം.